ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മോമോസാണേ. അതിനായിട്ട് ആദ്യമേ തന്നെ ഞാൻ ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുക്കാമേ. അതൊന്ന് വെള്ളം തോർന്ന ശേഷം നമുക്കതൊന്ന് വേവിച്ചെടുക്കണേ. അതിനായിട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാമേ. ഇനി ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ നമുക്ക് ഈ മാവൊന്ന് കുഴച്ചെടുക്കാമേ. ഞാനൊരു ഇത്തിരി എണ്ണയൂടെ അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നല്ലോണക്കൊന്ന് മയം കിട്ടാൻ വേണ്ടിയേ. അങ്ങനെ ഞാൻ അതും കുഴച്ച് മാറ്റി വെച്ചു. ഇനി നമുക്കിതിനാവശ്യമായ വെജിറ്റബിൾസ് ഒന്ന് എടുക്കാമേ. ക്യാബേജും ക്യാരറ്റും ഒരു സവാളയും ഒരു പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എല്ലാം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാനത് ആദ്യം ക്യാബേജ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ക്യാബേജൊക്കെ നല്ല ഫൈനായിട്ട് ചോപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ക്യാരറ്റാണ്, അതും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഈ ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ക്യാരറ്റും നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സവാളയും ഞാൻ അതേപോലെ തന്നെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം റെഡിയാക്കി വെച്ചു. ഇനി നമ്മുടെ ചിക്കൻ പീസസ് ഞാൻ ഈ ചോപ്പറിലേക്ക് തന്നെ ഇട്ട് അതും ഒന്ന് ജസ്റ്റ് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചു. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഈ ഓരോ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കാമേ. ക്യാരറ്റും ക്യാബേജും സവാളയും ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും ഇട്ടു. ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആ വെജിറ്റബിളിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും 1 സ്പൂൺ സോയാ സോസും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മൈദ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് പരത്തിയെടുക്കാമേ. അതെല്ലാം നമുക്ക് ഒരേ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഒന്നുകിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ചെറുതായിട്ട് പരത്തിയെടുക്കുക, അല്ലെങ്കിൽ വലിയ ഒരു ചപ്പാത്തി പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് അത് നമുക്ക് എന്തെങ്കിലും ഒരു ഷേപ്പ് വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതിയേ. ഞാനിപ്പോൾ വലുതായിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് ഒരടപ്പ് വെച്ചിട്ടത് ഒന്ന് റൗണ്ട് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. തിന്നായിട്ട് പരത്തിയെടുത്തതാണ്. അങ്ങനെ ഞാൻ ഇതെല്ലാം ഒന്ന് പരത്തിയെടുത്തിട്ട് ഇനി ഒരു ഫില്ലിങ് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഞൊറിഞ്ഞെടുക്കാമേ. അത് നന്നായിട്ട് അങ്ങനെ ഞൊറിഞ്ഞ് മോമോസിൻ്റെ ഷേപ്പിലാക്കി എടുക്കാമേ. ഞാനും ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഷേപ്പൊക്കെ റെഡി ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു ഇതിൽ അങ്ങ് ചെയ്തതാണ്. എന്നിട്ട് സ്റ്റീമർ വെച്ചിട്ടുണ്ട്. ആ സ്റ്റീമറിൻ്റെ ആ തട്ടിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതേ നനവ് പറ്റാതിരിക്കാനേ. അങ്ങനെ എന്നിട്ട് ഈ മോമോസ് എല്ലാം ഞാൻ പറക്കി അതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ്സ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാമേ. ഇപ്പം നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്, പക്ഷേ നല്ല സൂപ്പറായിട്ട് കിട്ടി. അതിന് ഞാൻ ചട്നിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി മോമോസ് റെഡി. സൂപ്പർ ടേസ്റ്റി മോമോസാണ്, എല്ലാവരും ട്രൈ ചെയ്യണേ. See you in the next video. Bye. Like, subscribe and share. Thank you for watching.